പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനു എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ സന്തോഷത്തിൻ്റെ, വലിയ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളിലായിരുന്നു നമ്മൾ ഇന്നലെ. ആ വലിയ സന്തോഷത്തിന് ശേഷം, ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ ആഘോഷങ്ങൾക്ക് ശേഷം വലിയൊരു ചോദ്യം ഇന്ന് നമ്മുടെ മനസ്സിൽ നമ്മോട് തന്നെ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുകയാണ്. ഈശോയുടെ ജന്മദിനം, തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി, വലിയ ആനന്ദത്തോടുകൂടി, പ്രത്യാശയോട് കാത്തിരുന്ന വലിയ സദ്വാർത്ത ഈ ലോകത്തിന് മുഴുവൻ സ്വീകാര്യമായപ്പോൾ, ലോകം മുഴുവൻ സ്വീകരിച്ചപ്പോൾ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ രക്ഷകനായ ക്രിസ്തു എങ്ങനെയാണ് കടന്നു വന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ടൊരു ചോദ്യം ഇതാണ്: എനിക്കു വേണ്ടി രക്ഷകനായ ക്രിസ്തു ജനിച്ചുവെന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ എനിക്ക് ബോധ്യമായോ ഇല്ലയോ? ദിവ്യകാരുണ്യ ആരാധന മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു വലിയൊരു ചോദ്യമാണ്: രക്ഷകനായ ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ തിരുനാൾ, ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലായെങ്കിൽ ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പത്തിൻ്റെ നാട്ടിൽ അപ്പമാകാൻ ജനിച്ചവൻ, പുൽത്തൊട്ടിയിൽ എളിമയുടെ അടയാളമായി ജനിച്ചവൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഈശോ ജനിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന് അടയാളങ്ങൾ ഉണ്ടാവും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജനിക്കുവാൻ യെസ് പറഞ്ഞപ്പോൾ, ഫിയാത്ത് പറഞ്ഞപ്പോൾ, അവളുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ അടയാളം നൽകുകയാണ്. വ്യക്തി ജീവിതത്തിൽ അടയാളം നൽകുന്നുണ്ട്. ഈശോയെ അവൾക്ക് അവിടെ ഉള്ളിൽ നിറയ്ക്കുന്നു. അതുപോലെ തന്നെ ഈശോയുമായി കടന്നു ചെല്ലുന്ന, ആ പരിശുദ്ധമ്മ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലകളിലും ഈശോയുടെ ആ സാന്നിധ്യത്തിൽ വലിയ സന്തോഷവും ആനന്ദവും സമാധാനവും ഉണ്ടാവുകയാണ്. അടയാളങ്ങൾ ഈശോയെ രക്ഷകനായി സ്വീകരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മലാഖ തന്നെ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, വിശ്വസിക്കാൻ വേണ്ടി, ദൈവത്തിനതെല്ലാം സാധ്യമാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. എലിശ്വ പുണ്യവതി ഗർഭിണിയാണ്, 6-ാം മാസമാണ് അവൾക്കെന്ന് പറയുന്നുണ്ട്. ഇതൊരു അടയാളം ദൈവം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ, ഉണ്ണീശോ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ മാലാഖമാർ ആട്ടിടയന്മാർക്ക് സന്ദേശം നൽകുന്നുണ്ട്. അവർക്കും ഒരു അടയാളം നൽകുന്നുണ്ട്. ജ്ഞാനികളും ദിവ്യനക്ഷത്രത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറഞ്ഞു വരിക. ഇങ്ങനെ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അടയാളങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈശോയുടെ ജനനം, ആട്ടിടയന്മാർക്ക് അവർ നൽകുന്ന അടയാളം എന്താണ്? പിള്ളക്കച്ചയെ പൊതിഞ്ഞൊരു ശിശുവിനെ നിങ്ങൾ കാണും. അതൊരു അടയാളമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഴിഞ്ഞു കഴിയുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ എന്ത് അടയാളമാണ് നിന്നിലുള്ളത്? ക്രിസ്തു, ഏകരക്ഷകനായ ക്രിസ്തു എൻ്റെ രക്ഷകനായി ജനിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ ഉള്ളിൽ ജനിച്ചോ എന്ന് നീ മനസ്സിലാക്കണം. ജനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതിൻ്റെ അടയാളം നിന്നിലുണ്ടോ എന്നുള്ളതാണ്. ദിവ്യരക്ഷകൻ പിറന്നതിൻ്റെ അടയാളം നിന്നിലുണ്ട് എങ്കിൽ നിൻ്റെ ഉള്ളിൽ ദൈവം ജനിച്ചിട്ടുണ്ട് എന്നും നീ അവനെ ഏകരക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന് ജനിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ
തമ്പുരാൻ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് ചേർന്നിരിക്കാം. ഈശോ നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം നമ്മളിൽ വലിയ അടയാളങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തിൽ പല വിധത്തിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ നടത്തുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ സ്നേഹത്തിൽ, വലിയ കൃപയിൽ, ആ തിരുപ്പിറവിയുടെ കൃപയുടെ തണലിൽ നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ ആ ചെറിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.